ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ എടുത്തു വെച്ചേക്കണത്. 3 ഈന്തപ്പഴം, പിന്നെ 4 പിസ്ത, 3 വാൾനട്ട്, 3 അണ്ടിപ്പരിപ്പ്, 4 ബദാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചേക്കണത്. ഇത് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. കുതിർത്തി കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ കുതിർത്തിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എല്ലാം കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് സൂപ്പർ ഫുഡാണ് കേട്ടോ. വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വെയിറ്റ് ഉണ്ടാവാനും പിന്നെ നല്ല ഓർമ്മശക്തി ഒക്കെ കിട്ടാൻ വാൾനട്ട് സൂപ്പറാണ് കേട്ടോ. പിന്നെ നല്ല നിറം ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി ദിവസവും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിറം ഉണ്ടാവും കുട്ടികൾക്ക്. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഒരു ടീസ്പൂണും ഓട്സ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് കുറുക്കാനുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കണം കേട്ടോ. അടി നല്ല കട്ടിയുള്ള പാത്രമാവണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. കരിഞ്ഞതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഇളക്കി കൊണ്ട് ഇങ്ങനെ നിൽക്കണം. 2 ടീസ്പൂൺ കൽക്കണ്ടം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കരുത് കുട്ടികൾക്ക്, കൽക്കണ്ടം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. വെയിറ്റ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായി തൂക്കം കൂടും. ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി കേട്ടോ. കരിഞ്ഞു പോരുത് അടിഭാഗം. കട്ടിയുള്ള പാത്രവും വേണം, അടി കട്ടിയുള്ള പാത്രം. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുക. നന്നായി കുറുകി വരണ വരെ ഇളക്കണം കേട്ടോ. കുട്ടികൾക്ക് വിശപ്പ് മാറും ചെയ്യും. നല്ലതാണ്, ദഹനം കിട്ടാനൊക്കെ നല്ലതാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ 2-3 ടീസ്പൂൺ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിയും. ദിവസവും ഒരു നേരം ഈ ഭക്ഷണം അവർക്ക് കുറുക്ക് കൊടുത്താൽ മതി. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതാ കുറുക്കി വെച്ചേക്കണം കേട്ടോ. ഇതേപോലെ ഇത്തിരി കട്ടിയിൽ കുറച്ച് ലൂസായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനൊക്കെ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനായാലും നിറം വയ്ക്കാനായാലും വെയിറ്റ് വയ്ക്കാനായാലും എല്ലാത്തിനും നല്ല ഒരു സൂപ്പർ ഫുഡാണ് കേട്ടോ കുട്ടികൾക്ക്. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഇതൊക്കെ കടിച്ച് തിന്നാൻ തുടങ്ങുമല്ലോ, നന്നായി പല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അവർക്ക് കുറുക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേവരെ നമ്മൾ ഇതുപോലെ കുറുക്കി കൊടുത്താൽ മതി, എല്ലാം കൂടി കൂട്ടി. സമീകൃത ആഹാരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.